എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ലോകത്തിന് തരാൻ കഴിയാത്തതും ലോകത്തിന് എടുത്തു കളയാൻ കഴിയാത്തതുമായ ഒന്നാണ് ദൈവിക സമാധാനം. ഇത് ബുദ്ധിക്ക് അതീതമാണ്. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള ഒരു ആത്മീക അനുഭവമാണ് സമാധാനം. ലോകത്തിലെ സകല മനുഷ്യരും, അത് കുടിലിൽ താമസിക്കുന്നവരും കൊട്ടാരത്തിൽ താമസിക്കുന്നവരും എല്ലാം ഒരുപോലെ ആഗ്രഹിക്കുന്നതാണ് സമാധാനം. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റെന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, സമാധാനം ഇല്ല എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ സമാധാനം നിലനിർത്താൻ അല്ലെങ്കിൽ സമാധാന ലബ്ധിക്ക് വേണ്ടി എന്ത് വിലയും കൊടുക്കാനായിട്ട് തയ്യാറാണ്. ഒരിക്കൽ ഞാനും എൻ്റെ ചില സുഹൃത്തുക്കളും കൂടി ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ട്രാക്റ്റ് കൊടുക്കാനായിട്ട് കടന്നുപോയി. രാവിലെ മുതൽ തന്നെ ഞങ്ങളിങ്ങനെ ഓരോ ഭവനങ്ങളിലും കടന്നു ചെന്ന് സമാധാനത്തിൻ്റെ ട്രാക്റ്റ് കൊടുത്ത് യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്നതായിട്ടുള്ള സമാധാനത്തെക്കുറിച്ച് ഓരോ ഭവനങ്ങളിലെയും ഓരോ വ്യക്തികളോടും ഞങ്ങൾ പങ്കുവച്ചു കൊണ്ടിരുന്നു. ഏകദേശം ഉച്ച കഴിഞ്ഞ സമയത്ത് ഞങ്ങളൊരു ഭവനത്തിൽ എത്തിച്ചേർന്നു. ആ ഭവനത്തിലെ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾ ഈ സമാധാനത്തിൻ്റെ ട്രാക്റ്റ് കൊടുത്ത് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഭവനത്തിലെ ഗൃഹനാഥൻ പുറത്തേക്ക് വന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 1,00,000 രൂപ തരാം, നിങ്ങൾ എനിക്ക് സമാധാനത്തെ തരുമോ? പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ പറഞ്ഞതൊന്ന് ശ്രദ്ധിച്ച്, എൻ്റെ കയ്യിൽ പണമുണ്ട്, എനിക്ക് മറ്റെല്ലാ ചുറ്റുപാടുകളുമുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് സമാധാനം മാത്രമാണ് എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ മനുഷ്യന് മറ്റെന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, സമാധാനം വില കൊടുത്തു വാങ്ങാനായിട്ട് കഴിയുന്ന ഒന്നല്ല, പ്രയത്നിച്ച് സമ്പാദിക്കാനായിട്ട് കഴിയുന്ന ഒന്നല്ല. മറിച്ച് അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. യേശു ക്രിസ്തു ജനിക്കുന്നതിനും 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചന ശുശ്രൂഷ നിർവഹിച്ച പ്രവാചകനായ യെശയ്യാവ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഈ കുഞ്ഞിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനായ ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിൻ്റെ പ്രഭുവാണ്. 700 വർഷങ്ങൾക്ക് ശേഷം ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ യേശു കുഞ്ഞ് ഭൂജാതനാകുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഈ ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവത്തിൻ്റെ പ്രസാദം ആർക്ക് ലഭിക്കുന്നുണ്ടോ അവർക്കാണ് ഈ ദൈവിക സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത് എന്നാണ് ദൈവത്തിൻ്റെ ദൂതൻ വിളിച്ചു പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് ഒരു ദൈവരാജ്യ അനുഭവമാണ്. എവിടെ സമാധാനമുണ്ടോ അവിടെ ദൈവരാജ്യമുണ്ട്, എവിടെ ദൈവരാജ്യമുണ്ടോ അവിടെ സമാധാനമുണ്ട്. ഗലാത്യർ 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കൂട്ടത്തിൽ സമാധാനവും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആ ഒരു ആത്മീക അനുഭവമാണ്. അഥവാ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് സമാധാനം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഇതൊരു ദൈവരാജ്യ അനുഭവമാണ്. ഇത് പരിശുദ്ധാത്മാവിലൂടെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ പകരപ്പെടുന്നതായിട്ടുള്ള ദൈവികമായ അനുഭവമാണ്. ഒരിക്കലൊരു മനുഷ്യൻ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ
ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയില്ലാതെ ജീവിക്കാൻ കഴിയുന്നതായ അനുഭവമാണ് സമാധാനം എന്ന് പറയുന്നത്. ഈ സമാധാനം യേശുവിലുണ്ടായിരുന്നു. യേശുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് പ്രശ്ന സങ്കീർണതകൾ നിറഞ്ഞതായിരുന്നു. യേശുവിൻ്റെ ജീവിതത്തിൽ വ്യാപരിച്ചതായ അല്ലെങ്കിൽ യേശുവിലുണ്ടായിരുന്ന സമാധാനത്തെക്കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ യേശുവിൻ്റെ ജനനം മുതൽ കാൽവരി വരെ യേശുവിനോടൊപ്പം സഞ്ചരിക്കണം. പ്രിയമുള്ളവരെ, യേശുവിന് സ്വന്തമെന്ന് പറയാനായിട്ട് യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരിക്കലൊരു മനുഷ്യൻ വന്ന് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. യേശുവിനോട് പറഞ്ഞു, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, കുറുനരികൾക്ക് കുഴിയുണ്ട്, എന്നാൽ മനുഷ്യപുത്രനാണെങ്കിൽ തലചായ്പാനായിട്ട് ഇടമില്ല എന്ന് പറയാനായിട്ടിടയായിത്തീർന്നു. ദൈവപുത്രന് ഈ ഭൂമിയിൽ ജനിക്കാൻ ഒരു ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കേണ്ടി വന്നു. ദൈവപുത്രനായ ക്രിസ്തുവിനെ കിടത്തുവാനായിട്ട് ഒരു പുൽത്തൊട്ടി അന്ന് അന്വേഷിക്കേണ്ടതായിട്ട് വന്നു. ചിലപ്പോൾ യേശു കർത്താവ് വിശ്രമിച്ചത് ശിഷ്യന്മാരുടെ പടകിലായിരുന്നു. യേശുവിനുണ്ടായിരുന്നതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി അത് നൽകുവാനായിട്ട് ഇടയായി. യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു കഴിയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തെ പടയാളികൾ പങ്കിട്ടെടുത്തു. യേശു ക്രിസ്തുവിൻ്റെ അമ്മയെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ ഏൽപ്പിച്ചു. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനെ യേശു പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. സ്വന്തം തോളിൽ തലചായ്ച്ച് പ്രാണനെ വിട്ടതായ യേശു കർത്താവിന് ഈ ലോകത്തിൽ ഒന്നുമേ ഇല്ലായിരുന്നു എങ്കിൽ തന്നെയും യേശു ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവനും നമ്മൾ പരിശോധിച്ചാൽ യേശു സമാധാനം നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. യോഹന്നാൻ 16:22 യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന സമാധാനത്തെ ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു കളയാൻ കഴിയില്ല. യോഹന്നാൻ 16:32 യേശു പറഞ്ഞു, പിതാവ് എന്നോട് കൂടെയുണ്ട്, ഞാൻ ഏകനല്ലതാനും. പിതാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം യേശുവിനോട് കൂടെയുണ്ട് എന്ന ബോധ്യം യേശുവിൻ്റെ ഉള്ളിൽ സമാധാനം നിറഞ്ഞിരിക്കുന്നതിന് കാരണമായി തീരുന്നു. എന്തൊക്കെ പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും യേശു ക്രിസ്തുവിലുണ്ടായിരുന്ന ആ സമാധാനത്തെ ആർക്കും കവർന്നെടുക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ്. അനേകരുടെ വ്യക്തി ജീവിതങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ അറിയാം, പലരും ഇന്ന് അസ്വസ്ഥത നിറഞ്ഞ മനസ്സുമായിട്ടാണ് ജീവിക്കുന്നത്. നമ്മിലെ സമാധാനത്തെ നശിപ്പിച്ച് കളയുന്നതായ പല കാര്യങ്ങളുണ്ട്. അവയെ കണ്ടെത്തി നമുക്ക് പരിഹരിക്കാനായി കഴിഞ്ഞാൽ ലോകത്തിലെ മറ്റാർക്കും തരാൻ കഴിയാത്ത ബുദ്ധിക്ക് അതീതമായ ദൈവിക സമാധാനം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്, എവിടെയാണ് നമ്മിലെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? ആ സമാധാനത്തെ എനിക്ക് വീണ്ടെടുക്കാനായിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ്. ഒരു 4 കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1, ആകുലത അഥവാ ഉത്കണ്ഠ, ആൻസൈറ്റി. ഇന്ന് അനേക ആളുകളിലെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്നതായിട്ടുള്ള ഒരനുഭവമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ അദ്ദേഹം എഴുതി, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങളൊന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു ലേഖനം എഴുതുന്നത് റോമൻ ജയിലിൽ കിടന്നുകൊണ്ടാണ്, റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് റോമൻ ഭരണാധികാരി പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നതായിട്ടുള്ള വിധി എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് വേണമെങ്കിൽ ആകുലപ്പെടാതമായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷകളെല്ലാം അസ്തമിച്ചു പോയല്ലോ, ഞാൻ ഈ ജയിലിനകത്ത് സുവിശേഷ വേല നിമിത്തം അകപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെട്ട് പിറുപിറുക്കാമായിരുന്നു.
എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ആ ജയിലിനുള്ളിൽ കിടന്നുകൊണ്ട് തൻ്റെ വിശ്വാസ സമൂഹത്തോട് പറയുകയാണ്, നിങ്ങളൊന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇന്ന് അനേകരുടെ സമാധാനം നഷ്ടപ്പെട്ടുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ഉത്കണ്ഠ അഥവാ ആകുലതയാണ്. പ്രിയപ്പെട്ടവരെ, വിചാരപ്പെടൽ നമ്മളെ കൊണ്ട് എന്നെത്തിക്കുന്നത് ഒരു വലിയ തകർച്ചയിലേക്കായിരിക്കും. യേശു കർത്താവ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ നീളത്തിൽ അല്പം കൂട്ടാനായി കഴിയുമോ? നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ മുടിയെ ഒന്ന് കറുപ്പിക്കാനായിട്ട് കഴിയുമോ എന്നാണ്. ആകാശത്തിലെ പറവകളെയും വയലിലെ താമരയും പോറ്റി പുലർത്തുന്നതായിട്ടുള്ള കർത്താവ് പറയുകയാണ്, അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം എന്ന്. യേശു കർത്താവ് മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, 2 കാശിന് 5 കുരുകിലിനെ വിൽക്കുന്നില്ലയോ? അതിൽ ഒന്നിനെ പോലും ഞാൻ മറന്നു കളയുന്നില്ല എന്നാണ്. 1 കാശിന് 2 പറവ, 2 കാശിന് 4 പറവ വിൽക്കുമ്പോൾ വിലയില്ലാത്ത ആ ഒരു പറവയെ പോലും ദൈവം തമ്പുരാൻ മറന്നു കളയുന്നില്ല എന്നവിടെ പറയുമ്പോൾ, ഇന്ന് മനുഷ്യന് പലപ്പോഴും വിചാരപ്പെടലാണ്, പലതരത്തിലുള്ള വിചാരപ്പെടലാണ്. ഈ വിചാരപ്പെടൽ നമ്മളെ വലിയ ടെൻഷനിലേക്ക് കൊണ്ടുപോകുന്നു, ഉറക്കത്തെ നഷ്ടപ്പെടുത്തി കളയുന്നു, നിരാശകൾ നമ്മുടെ ജീവിതത്തിൽ മൂടുന്നതിന് കാരണമായി തീരുന്നു. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരായി പലപ്പോഴും നമ്മൾ വേദനയുടെ ആഴക്കയങ്ങളിൽ അകപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു വിചാരപ്പെടലിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ ദൈവം നമ്മളോട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നീ വിചാരപ്പെടേണ്ട, കാരണം ഞാൻ നിന്നെ കരുതുന്ന ദൈവമാണ്. വേദപുസ്തകത്തിൽ സങ്കീർത്തനം 4-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, പത്രോസ് അപ്പോസ്തലൻ 4 പടയാളികളുടെ നടുവിൽ ജയിലറയ്ക്കകത്ത് കിടക്കുമ്പോൾ അദ്ദേഹം ഈ പടയാളികളുടെ നടുവിൽ കിടന്നുറങ്ങുന്നു എന്നാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഭരിച്ചതായിട്ടുള്ള ചിന്ത? പ്രിയപ്പെട്ടവരെ, പത്രോസ് ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഞാൻ നാളെ ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ എന്നെ ദൈവം തമ്പുരാൻ പുറത്തേക്ക് കൊണ്ടുവരും. ഞാൻ ഈ ജയിലറയ്ക്കകത്ത് ഈ പടയാളികളുടെ നടുവിലായിരിക്കുമ്പോൾ ഞാൻ വിചാരപ്പെടുന്നത് കൊണ്ട് എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകുകയുള്ളൂ. എന്നാൽ സകലവും അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ പത്രോസിന് ആ ജയിലറയ്ക്കുള്ളിലും സമാധാനത്തോടുകൂടെ കിടന്നുറങ്ങാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മിലെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന ഈ അനാവശ്യമായ ആകുലതകളെ, ഈ അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠകളെ, നിരാശകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റുക. അത് നമ്മുടെ ജീവിതത്തിൽ വാഴാനായി നമ്മൾ അനുവദിക്കരുത്. പലപ്പോഴും ഈ നിരാശ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നത് പിശാചാണ്, പൈശാചികൻ്റെ ഒരു തന്ത്രമാണ് ദൈവത്തിൻ്റെ മക്കളെ നിരാശരായി ഇട്ടുകളയുക എന്ന് പറയുന്നത്. നിങ്ങൾ പോളികാർപ്പ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇദ്ദേഹം സ്മുർണയിലെ ബിഷപ്പായിരുന്നു. ഏഷ്യ മൈനറിൽ ക്രിസ്ത്യാനികൾക്ക് വളരെയധികം പീഡനങ്ങളുണ്ടായതായ ഒരു കാലഘട്ടം. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ, ഭരണകർത്താക്കൾ ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കാനായി ക്രിസ്ത്യാനികളിൽ ചിലരെ കൊല്ലാനായി തീരുമാനിച്ചു. അങ്ങനെ പോളികാർപ്പ് എന്ന ദൈവത്തിൻ്റെ ദാസനും മരണഭീഷണി ഉണ്ടായി. അദ്ദേഹം ചിലരുടെ നിർബന്ധം മൂലം ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം രഹസ്യ സങ്കേതത്തിലേക്ക് യാത്ര പോകുന്നത് ഒരു പെൺകുട്ടി അറിഞ്ഞിട്ട് പട്ടാളക്കാർക്ക് ഈ ഒരു രഹസ്യത്തെ ചോർത്തി കൊടുക്കാനിടയായി. അങ്ങനെ പോളികാർപ്പ് എന്ന ദൈവത്തിൻ്റെ ദാസനും പിടിക്കപ്പെട്ട് അദ്ദേഹം മരണത്തെ മുന്നിൽ കണ്ട് പ്രാർത്ഥനയോടുകൂടെ നിൽക്കുമ്പോൾ
അദ്ദേഹത്തോട് ആ രാജ്യത്തിലെ രാജാവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ യേശുവിനെ തള്ളിപ്പറഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുക. ഉടനെ തന്നെ ഈ പോളികാർപ്പ് രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു, കഴിഞ്ഞ 86 വർഷമായി ഞാൻ യേശുവിനെ സേവിക്കുന്നു. അവിടെ നിന്ന് ഇതുവരെ ഒരു ദോഷവും എനിക്ക് ചെയ്തിട്ടില്ല. എനിക്കെങ്ങനെ എൻ്റെ രാജാവിനെ തള്ളിപ്പറയാനായിട്ട് കഴിയും? ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഇത് കേട്ട് നിന്ന ജനം വിളിച്ചു പറഞ്ഞു, പോളികാർപ്പിനെ ദഹിപ്പിക്കുക. പോളികാർപ്പിനെ ദഹിപ്പിക്കുക എന്ന ജനത്തിൻ്റെ ആ ഒരു നിലവിളി രാജാവ് അംഗീകരിച്ചിട്ട് വിധി കൽപ്പിച്ചു. ഈ മനുഷ്യനെ അഗ്നിക്ക് ഇരയാക്കി കൊല്ലുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവിടെ നിന്നതായിട്ടുള്ള ആൾക്കൂട്ടം തന്നെ വിറകെല്ലാം ശേഖരിച്ച് ആ മനുഷ്യനെ, ഈ ദൈവത്തിൻ്റെ ദാസനെ ചിതയുടെ മധ്യത്തിലുള്ള കുറ്റിയോട് ചേർത്ത് ആണിയടിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ ഭക്തനായ മനുഷ്യൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, എന്നെ ആണിയിൽ തറയ്ക്കണ്ട, ഞാൻ ഇളകാതെ നിന്നുകൊള്ളാം. സ്വയം ദഹിക്കുവാൻ ശക്തി തന്നവൻ കുറ്റിയോട് ചേർന്ന് നിൽക്കാനും എനിക്ക് ധൈര്യം നൽകും. അങ്ങനെ ഈ കോപാകുലരായ ജനം ഈ ചിതയ്ക്ക് തീയിടുവാനിടയായി. അഗ്നിനാളത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തുതി സ്തോത്രങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. അഗ്നിനാളങ്ങൾക്ക് ഇദ്ദേഹത്തെ ദഹിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. തീയിൽ ദഹിക്കാതെ നിൽക്കുന്നതായ ഈ വിശുദ്ധൻ്റെ നേരെ അവിടെ നിന്ന ഒരു പട്ടാളക്കാരൻ തൻ്റെ കയ്യിലിരുന്നതായിട്ടുള്ള ശൂലം കൊണ്ടൊരു കുത്തു കൊടുത്തു. ആ രക്തം ആ മാറിൽ നിന്ന് ഒഴുകി ഈ അഗ്നിനാളം, ഈ തീക്കുണ്ടം കെട്ടുപോകാനിടയായി എന്നാണ്. ഒടുവിൽ പിന്നെയും ആളുകൾ വിറകുകൾ ശേഖരിച്ചു കൊണ്ടുവന്ന് ഈ വിശുദ്ധനെ ആ തീയിലിട്ട് ചുട്ടരിച്ചു കൊന്നു എന്നാണ് ചരിത്രം. പ്രിയപ്പെട്ടവരെ, അഗ്നിനാളത്തിൽ വെന്തരിയാനായിട്ട് ആ മനുഷ്യന് വിധി കൽപ്പിക്കപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയം പതറിയില്ല. അദ്ദേഹത്തോട് യേശുവിനെ തള്ളിപ്പറയാനായിട്ട് ആവശ്യപ്പെട്ടപ്പോഴും അദ്ദേഹം ഈ യേശുവിനെ തള്ളിപ്പറയാനായിട്ട് ഇടയായില്ല. കാരണം കവിഞ്ഞൊഴുകുന്ന ദൈവത്തിൻ്റെ സമാധാനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിന്നു. അതുകൊണ്ടാണ് അഗ്നിനാളത്തിൻ്റെ നടുവിലും സ്തുതി പാടാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ കൊച്ചു കൊച്ചു ഭാരങ്ങളുടെ മധ്യത്തിൽ ആകുല ചിത്തരാണ്. നാളെക്കുറിച്ചുള്ള വിചാരപ്പെടൽ നമ്മളെ അലട്ടുന്നുണ്ടോ? മക്കളെക്കുറിച്ചുള്ള, കുടുംബത്തെക്കുറിച്ചുള്ള പലവിധമായ ചിന്താഭാരങ്ങളാൽ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ കർത്താവിൻ്റെ കരങ്ങളിൽ സകലവും ഏൽപ്പിച്ചു കൊടുക്കുക. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുവാൻ മതിയായ കർത്താവാണ്. രണ്ടാമതായി, നമ്മിലെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന മറ്റൊന്നാണ് അസംതൃപ്തി. ഒരിക്കലും തൃപ്തിയില്ലാത്ത അനുഭവം പലപ്പോഴും മനുഷ്യൻ്റെ സമാധാനത്തെ കെടുത്തിക്കളയുന്നതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ലഭിക്കാത്ത കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നതിനേക്കാൾ നല്ലത് ലഭിച്ച നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നതാണ്. ആധുനിക മനുഷ്യൻ പലപ്പോഴും ലഭിച്ച ദൈവം തന്ന നന്മകളെ ഓർത്ത്, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ദൈവം തന്നല്ലോ, ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം ജീവിതത്തിൽ ഇല്ലാത്ത കൊച്ചു കൊച്ചു കാര്യങ്ങളെ ഓർത്ത് പലപ്പോഴും വ്യാകുലപ്പെട്ട് അസംതൃപ്തിയോടുകൂടെ പിറുപിറുത്ത് അങ്ങനെ ജീവിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയില്ല. അസമാധാനം മനുഷ്യനെ പലപ്പോഴും ഇത് നിമിത്തം അവരെ അലട്ടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ബൈബിൾ പറയുന്നത് ഉണ്മാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്പ്പീൻ എന്നാണ്. മനുഷ്യന് സമ്പത്തിനോടുള്ള അമിതമായ താല്പര്യവും ആർത്തിയും അപകടങ്ങളിൽ കൊണ്ട് എന്നെത്തിക്കുമെന്ന് 1 തീമോഥെയോസ് 6-ാം അധ്യായം അതിൻ്റെ 7, 8, 9 വാക്യങ്ങൾ പറയുന്നു. സദൃശവാക്യം 30-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: 2 കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു.
ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നു എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. ഇവിടെ ഈ സദൃശവാക്യത്തിനകത്ത് ഇത് എഴുതിയിരിക്കുന്നതായിട്ടുള്ള വ്യക്തി പറയുകയാണ്, ദൈവമേ, ഞാൻ സമ്പത്ത് വർദ്ധിച്ചല്ലെങ്കിൽ ഞാൻ തൃപ്തനായി തീർന്നു കഴിയുമ്പോൾ എൻ്റെ ദൈവത്തെ ഞാൻ നിഷേധിച്ച് കളയാൻ സാധ്യതയുണ്ട്. ഞാൻ ദരിദ്രനായി തീർന്നാൽ മോഷ്ടിച്ചിട്ട് ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിത്യവൃത്തി തന്ന് എന്നെ പോറ്റി പുലർത്തണമേ എന്ന് അദ്ദേഹം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മിച്ചമെടുക്കാൻ കഴിയണോ? നമുക്ക് തൃപ്തി ഉണ്ടാവണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ബാലൻ്റെ കയ്യിലുണ്ടായിരുന്നതായ 5 അപ്പവും 2 മീനും അവൻ്റെ അമ്മ അവന് കൊടുത്തയച്ചതാണ്. പക്ഷേ അവിടെ വന്നുകൂടിയതായിട്ടുള്ള എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനായിട്ട് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുമ്പോൾ അവർ കണക്ക് കൂട്ടുകയാണ്. 300-ലധികം വെള്ളിക്കാശിന് വാങ്ങിച്ചാലേ ഈ ആളുകൾക്ക് അല്പമായി കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് പോംവഴി എന്ന് പറയുന്നത് ഈ ആളുകളെല്ലാം വീട്ടിലേക്ക് പറഞ്ഞയക്കുക എന്നതാണ്. എന്നാൽ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഈ ബാലൻ്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും ഈ ബാലൻ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 5000 പുരുഷന്മാർ മാത്രമല്ല, അവിടെ വന്നുകൂടിയ സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം ഭക്ഷണം കഴിച്ച് 12 കുട്ട മിച്ചമെടുത്ത് എന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ളതിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ളതിനെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ച് തരുവാൻ കർത്താവ് മതിയായവനാണ്. നമ്മൾ ആകുല ചിത്തരാകുകയോ നമ്മൾ സംതൃപ്തിയില്ലാത്തവരായി തീരുകയോ ചെയ്യുമ്പോൾ നമ്മൾ പിറുപിറുക്കുകയല്ലാതെ പ്രിയപ്പെട്ടവരെ നമുക്കൊന്നും മിച്ചമെടുക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഈ സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്, നമുക്കുള്ളതിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. സ്തോത്രം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ആ സമയത്ത് കവിഞ്ഞൊഴുകുന്ന ദൈവിക സമാധാനം നമ്മുടെ ഉള്ളങ്ങളിൽ പകരുന്നത്, അനുഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. മൂന്നാമത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, വ്യക്തി ജീവിതങ്ങൾ പലപ്പോഴും കുറ്റബോധവുമായിട്ടാണ് ജീവിക്കുന്നത്. കുറ്റബോധം നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ കുറ്റബോധമില്ലാത്ത കുറ്റമറ്റ മനസാക്ഷിയുമായി ജീവിക്കുക. പാപം സമാധാനത്തെ കെടുത്തിക്കളയുന്നു. ഒരിക്കലൊരു മനുഷ്യൻ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം എന്തോ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അതുവഴി കടന്നുപോയതായിട്ടുള്ള ഒരു മനുഷ്യൻ ചോദിച്ചു, താങ്കൾ എന്താണ് ഇവിടെ അന്വേഷിക്കുന്നത്? അപ്പം അദ്ദേഹം നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഈ യാത്രക്കാരനോട് പറഞ്ഞു. ആ യാത്രക്കാരൻ ചോദിച്ചു, നിങ്ങളുടെ വസ്തു ഇവിടെയാണോ നഷ്ടപ്പെട്ടു പോയത്? ആ അന്വേഷകൻ പറഞ്ഞു, എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത് എന്നെനിക്കറിയില്ല, പക്ഷെ ഇവിടെ അല്പം വെളിച്ചമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ അന്വേഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടു പോയത്, നമ്മുടെ ജീവിതത്തിലെ സമാധാനം എവിടെയാണ് ചോർന്നു പോയത് എന്ന് നാം ജീവിതത്തിൽ കണ്ടെത്തി അത് തിരുത്തുവാൻ തയ്യാറാകുമ്പോൾ നഷ്ടപ്പെട്ടു പോയതായ സമാധാനം നമുക്ക് തിരികെ ലഭിക്കുന്നത് കാണാൻ കഴിയും. 32-ാം സങ്കീർത്തനം അതിൻ്റെ 2 മുതൽ 5 വരെയുള്ള ഭാഗത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി.
എന്നാൽ ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു എന്ന് സങ്കീർത്തനക്കാരൻ അവിടെ എഴുതിയിരിക്കുകയാണ്. ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുകയും മനസാക്ഷി കൂടാതെ ജീവിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകളെല്ലാം ഏറ്റുപറയുക. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു, അത് വേണ്ടായിരുന്നു, അങ്ങനെ പറയരുതായിരുന്നു. ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താണ്? അവിടെ മനസാക്ഷിക്കകത്ത്, അവിടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് അങ്ങനെ ചെയ്തു പോയതായിട്ടുള്ള പ്രവൃത്തികൾ തെറ്റായിപ്പോയി എന്ന ബോധ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അനുതപിക്കേണ്ടത് ഒരു വ്യക്തിയുടെ മുമ്പിലായിരിക്കരുത്, ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ ആയിരിക്കണം. നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാൻ തക്കവണ്ണം കർത്താവ് മതിയായവനാണ്. ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ കർത്താവ് നമുക്ക് ആ ബോധ്യം തരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ അപരാധങ്ങൾ ഓർത്ത്, വന്നുപോയ പരാജയങ്ങൾ ഓർത്ത്, കുറവുകളെ ഓർത്ത് നമ്മളിങ്ങനെ കുറ്റബോധവുമായിട്ട് ജീവിക്കുന്നതിൽ അർത്ഥമില്ല. അത് നമ്മുടെ സമാധാനത്തെ, അതേ പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെടുത്തി കളയും. വേറെ ചില ആളുകളുണ്ട്, അവരിങ്ങനെ ചിന്തിക്കുകയാണ്, അയ്യോ, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ മറ്റാരെങ്കിലും അറിഞ്ഞാൽ എന്തായിത്തീരും? അവരൊരുപക്ഷെ അറിഞ്ഞുപോയാൽ എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നം. നമ്മൾ കണ്ടിട്ടുണ്ട്, ചെയ്തു പോയതായ തെറ്റുകൾ മറച്ചു വയ്ക്കാനായി പലപ്പോഴും ഒന്നിലധികം തെറ്റുകൾ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു പാപം, ഒരു തെറ്റ് മറയ്ക്കണമെങ്കിൽ മറ്റനേകം തെറ്റുകൾ നമ്മൾ ചെയ്താലേ പറ്റുള്ളൂ. നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു കള്ളം കള്ളമല്ല എന്ന് വരുത്തണമെങ്കിൽ നമ്മൾ 100 കള്ളം പറയേണ്ടി വരും. അങ്ങനെ വേദപുസ്തകത്തിനകത്ത് ചില വ്യക്തികളുണ്ട്. ഉദാഹരണത്തിന് ദാവീദ് ബർശേബയുടെ അടുക്കൽ ചെന്ന് അവിഹിതമായ ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ അവൾ ഗർഭവതി എന്ന് തിരിച്ചറിഞ്ഞ് താൻ ആ തെറ്റ് ഈ സ്ത്രീയുടെ ഭർത്താവിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനായി ശ്രമിക്കുന്നു. ഊരിയാവ് എന്ന ആ മനുഷ്യനെ വാളുകൊണ്ട് കൊന്ന് ആ അപരാധം ഇല്ലാതാക്കാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ദൈവം തമ്പുരാൻ നാഥാൻ പ്രവാചകനിലൂടെ ദാവീദിനെ ആ തെറ്റിനെ ഉണർത്തിക്കുമ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുകയാണ്, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി, രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ പ്രിയ ദൈവത്തിൻ്റെ കുഞ്ഞെ, ദൈവത്തിൻ്റെ കരം നിനക്ക് ഭാരമായി തീരരുത്. നിന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റി അസ്ഥികൾ ക്ഷയിച്ചു പോകരുത്. ജീവിതത്തിൽ വിമോചനം നൽകുന്ന, സമാധാനം നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ സമാധാനം നൽകുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേൽപ്പിച്ച്, കർത്താവേ, എനിക്ക് തെറ്റു പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കുറവുകളെ ക്ഷമിച്ച് ദൈവം നമ്മളെ വിമോചിപ്പിക്കാൻ, സ്വാതന്ത്ര്യം തരുവാൻ മതിയായവനാണ്. 4ാമത് മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നമ്മിലുള്ള സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. സ്വാർത്ഥതയുടെ വേരുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിഴുതു കളഞ്ഞാൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാനായിട്ട് കഴിയും. സാധാരണയായി ഈ ദൈവമക്കൾ എന്ന് പറയുന്ന ആളുകളിൽ കാണപ്പെടുന്ന ഒരു പാപമാണ്, ഒരു കുറവാണ് ഈ സ്വാർത്ഥത എന്ന് പറയുന്നത്. പലപ്പോഴും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പലതും എൻ്റേത് മാത്രമായിരിക്കണം, മറ്റാരുടേതും അയക്കരുത്. അങ്ങനെ എൻ്റേത് മാത്രമായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നൊരു സംഗതി എൻ്റെ സ്നേഹിതനുണ്ടായാൽ, എൻ്റെ അയൽക്കാരനുണ്ടായാൽ ഉടനെ അസ്വസ്ഥമാകും, ഉടനെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു, ചിന്തിക്കാനായി തുടങ്ങുന്നു എങ്ങനെ അതില്ലായ്മ ചെയ്യാം. വേദപുസ്തകത്തിനകത്ത് ദാവീദ് എന്ന ആട്ടിടയ ചെറുക്കൻ ഗോലിയാത്തിൻ്റെ തലയും വെട്ടിയെടുത്ത് ജയാളിയായി മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ കന്യകമാരിങ്ങനെ പാടി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന്. ഉടനെ ശൗലിൻ്റെ മനസ്സ് അസ്വസ്ഥമായി.
അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് 1000 സ്ഥാനം തന്നപ്പോൾ ആട്ടിടയനായ ദാവീദിന് 10,000 സ്ഥാനം കൊടുത്തു. ഇന്ന് രാജസ്ഥാനം അല്ലാതെ മറ്റെന്താണ് അദ്ദേഹത്തിന് കൊടുക്കാനായിട്ടുള്ളത്? അന്ന് മുതൽ ദാവീദിനോട് ശൗലിന് അസൂയ, കണ്ണുകടി തുടങ്ങി. ഏത് വിധേനയും ഈ അഭിഷിക്തനായ ദാവീദിനെ വകവരുത്താനായിട്ട് ശൗൽ പരിശ്രമിക്കുകയാണ്. ശ്രദ്ധിക്കണമേ, ദാവീദ് എന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനെ ഇല്ലായ്മ ചെയ്യുവാൻ ശൗലിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? സ്വാർത്ഥതയാണ്. സ്വാർത്ഥത. ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം തമ്പുരാൻ പ്രസാദിച്ചു എന്ന് കണ്ടപ്പോൾ കയ്യൻ ഈ ഹാബേലിനെ വകവരുത്തുകയാണ്. അങ്ങനെ ഹാബേലിനെ നശിപ്പിക്കുവാൻ കയ്യനെ പ്രേരിപ്പിച്ചതെന്താണ്? അവൻ്റെ ഉള്ളിൽ കിടന്ന സ്വാർത്ഥതയാണ്. വേദപുസ്തകത്തിനകത്ത് മുടിയൻ പുത്രനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദീർഘകാലം കാത്തിരുന്ന് പിതാവ് ആ മകൻ മടങ്ങി വന്നു എന്ന് കണ്ടപ്പോൾ തടുപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത് വീട്ടിൽ വലിയ ആഘോഷം നടത്തുകയാണ്. വയലിൽ നിന്ന് വരുന്നതായിട്ടുള്ള മൂത്ത മകൻ ഈ വർത്തമാനം കേട്ടിട്ട് അകത്ത് കടക്കാൻ മനസ്സില്ലാതെ പുറത്ത് നിന്നതിൻ്റെ ചേതോപകാരം സ്വാർത്ഥതയല്ലാതെ മറ്റൊന്നുമല്ല. ആ ഇളയ മകനെക്കുറിച്ച് പറയുന്നത് അവൻ സകലവും നശിപ്പിച്ചവനെന്നാണ്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിനകത്ത് എത്രമാത്രം ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സ്വാർത്ഥത നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് വലിയ തകർച്ചയിലായിരിക്കും. ശൗൽ രാജാവിൻ്റെ അന്ത്യം, വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള യൂദയുടെ അന്ത്യം, അതുപോലെ തന്നെ കയ്യൻ്റെ അവസാനം, ഇതെല്ലാം തന്നെ പരിതാപകരമായിരുന്നു എന്നാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഗുരുനാഥനെ പോലും ഒറ്റുകൊടുക്കുവാൻ ഇന്ന് തയ്യാറാണ്. സ്വാർത്ഥത വരുമ്പോൾ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം എന്ന ചിന്ത മാത്രമാണ്. ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അസ്വസ്ഥതയിലേക്കും അസമാധാനത്തിലേക്കുമാണ്. എന്നാൽ യേശു ക്രിസ്തു പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നാണ്. യേശുവിലൂടെ ദൈവത്തിൻ്റെ മക്കൾക്ക് ദാനം ചെയ്യുന്ന ദൈവിക സമാധാനം എന്ന് പറയുന്നത് എല്ലാറ്റിനും ഉപരിയായിട്ടുള്ളതാണ്. നമ്മിലുള്ളതായ ആകുലതകളെ ഇല്ലാതാക്കി കളയുന്ന, നമ്മിലുള്ള നാളെക്കുറിച്ചുള്ള ചിന്താഭാരങ്ങൾ ഇല്ലാതാക്കി കളയുന്ന, നമ്മിലുള്ളതായ കുറ്റബോധത്തെ എടുത്തു കളയുന്ന, നമുക്ക് ഉള്ള അനുഭവങ്ങളുടെ മധ്യത്തിൽ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ്. ഈ അനുഭവം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവെ, ആ ദൈവരാജ്യ അനുഭവമായ ദൈവിക സമാധാനം, ആത്മാവിൻ്റെ ഫലങ്ങളിലൊന്നായ ആ ദൈവിക സമാധാനം എൻ്റെ ഉള്ളിൽ പകരണമേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ദാഹിക്കുക. സകല ബുദ്ധിയെയും കവിയുന്ന, ലോകത്തിന് തരാൻ കഴിയാത്തതും ലോകത്തിന് എടുത്തു കളയാൻ കഴിയാത്തതുമായ ആ ദൈവിക സമാധാനം നിങ്ങളിൽ ദൈവം തമ്പുരാൻ പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ വിരമിക്കുന്ന കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സമാധാനത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശുവിനോട് പറയുക, കർത്താവെ, അവിടുന്ന് പകർന്നു തരുന്ന ആ ദൈവിക സമാധാനത്തെ എൻ്റെ ഉള്ളിൽ പകരണമേ എന്ന് കർത്താവിനോട് നമുക്ക് ആവശ്യപ്പെടാം. ദൈവം ആ വലിയ സമാധാനം നമുക്ക് തരട്ടെ. സ്നേഹവാനായ ദൈവമേ കർത്താവേ, സമാധാനത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ അടുക്കലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, ഈ സമയം ദൈവമേ ആരൊക്കെ ദൈവിക സമാധാനത്തിന് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്ക് അവരുടെ ഉള്ളങ്ങളിലേക്ക് ആ ദൈവിക സമാധാനത്തെ പകർന്നു കൊടുക്കണേ കർത്താവേ. ആകുല ചിന്തകൾ, നാളെക്കുറിച്ചുള്ള ഭാരങ്ങൾ, അതുപോലെ തന്നെ കർത്താവേ സ്വാർത്ഥതയുടെ മൂടുപടങ്ങൾ, അഹങ്കാരങ്ങൾ, പാപബോധം, കുറ്റബോധങ്ങൾ, ഇതെല്ലാം യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക സൗഖ്യം നിന്റെ ജനത്തിന്മേൽ വ്യാപരിക്കട്ടെ, വിടുതലുകൾ അനുഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ ചെയ്തിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.